ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഉപയോഗിച്ച് എങ്ങനെയാണ് ശരീരത്തിന് ചൂട് പിടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ചൂട് പിടിപ്പിക്കുന്നതിന് ലക്ഷ്യം രക്തധമനികൾ വികസിക്കുന്നതിനും അവിടേക്ക് കൂടുതൽ രക്തപ്രവാഹം ഉണ്ടാകാനും വേണ്ടിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേദന കുറയ്ക്കാൻ നല്ലതാണ്, പഴുപ്പ് പുറത്തേക്ക് കൊണ്ടുവരാൻ നല്ലതാണ്, പിന്നെ മൂത്ര തടസ്സമുള്ളവർക്ക് വയറിൻ്റെ അടിഭാഗത്ത് വെക്കുകയാണെങ്കിൽ അതും സഹായകരമാണ്. രോഗികൾക്ക് ആശ്വാസവും കൊടുക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ട സാമഗ്രികൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഹോട്ട് വാട്ടർ ബാഗ്, പിന്നെ നമുക്ക് വേണ്ടത് തിളച്ച വെള്ളം. ഒരു കിടക്ക രോഗി ഒത്തിരി അസുഖമായിട്ട് കിടക്കുന്ന ആളാണെങ്കിൽ ഈ തിളച്ച വെള്ളം വേണമെന്നില്ല, നല്ല ചൂടുവെള്ളം. അതുപോലെ ഇത് തുടയ്ക്കാനൊരു ഡസ്റ്റർ, പിന്നെ ഇതിനൊരു കവർ. മിക്കവാറും നമ്മൾ കാണുന്നത് ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഇതുപോലത്തെ നിറച്ചുകൊണ്ട് വന്നാൽ ഇതിങ്ങനെ നിറഞ്ഞ് തിങ്ങി ഗ്യാസുമായിട്ട് കൊണ്ടുവരുന്ന കാണാം. അത് തെറ്റാണ്. അതിൻ്റെ ഒരു ശരിയായ രീതി ഞാൻ മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും 1/3 ഭാഗം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കാം, നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കാം, രണ്ടായാലും കുഴപ്പമില്ല. 1/3 ഭാഗം വെള്ളം എടുക്കുക. ആ വെള്ളം ഒഴിക്കുന്ന രീതിയും കൂടെ മനസ്സിലാക്കണം. നമ്മൾ സമതല പ്രദേശത്ത് ഇതുപോലൊരു മേശപ്പുറത്തോ ഒരു സ്ലാബിലോ ഇട്ടേച്ച് നമ്മളിങ്ങനെ പിടിച്ചാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഇതിങ്ങനെ പിടിക്കാനുള്ള സാധനമാണ്. മൂന്നിലൊന്ന് വെള്ളം എടുത്തിട്ട് ഇതിനെ ഒരു സമതല പ്രദേശത്ത് വെച്ച് ഫ്ലാറ്റായിട്ട് ഇത് ഞെക്കിക്കൊടുത്താൽ ഇവിടെ വന്ന് വെള്ളം നിറയും. അതിൻ്റെ അർത്ഥം ഇതിൽ ഗ്യാസ് ഇല്ല എന്നുള്ളതാണ്. അവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം വന്നു നിന്നാൽ നമുക്ക് കോർക്കിടാം, ഒട്ടും ചൂട് പോകാതെ തന്നെ. നമ്മൾ കോർക്കിട്ട് നല്ലതുപോലെ മുറുകിക്കഴിഞ്ഞ് അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ തലകുത്തി പിടിച്ച് നോക്കണം. വെള്ളം ഒട്ടും പോകരുത്. വെള്ളം പോകുന്നുണ്ടോ, ലീക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം രോഗിയുടെ അടുത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ്. ഇല്ലെങ്കിൽ നമ്മളിതിൻ്റെ വക്കുമൊക്കെ ഒന്നുകൂടെ തുടച്ചിട്ട് ഒട്ടും വെള്ളമില്ലെന്ന് ഉറപ്പ് വരുത്തി ഇതിനൊരു കവറിടണം. ഇതിന് പ്രത്യേക കവറുണ്ട്. ആ കവർ ഇല്ലെങ്കിൽ തന്നെ ഇതൊരു തുണിക്കകത്തോ ഒരു ടവലിനകത്തോ പൊതിഞ്ഞ് നമ്മളൊരു ട്രേക്കകത്ത് വെച്ചുകൊണ്ട് രോഗിയുടെ അടുത്ത് പോകണം. രോഗിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യങ്ങളുണ്ട്. നമ്മളിത് ഡയറക്റ്റായിട്ട് വെക്കരുത്. രോഗിയുടെ ചർമ്മത്തിനും ഈ ബാഗിനും ഇടയ്ക്ക് 1-2 കട്ടിയുള്ള ലെയർ തുണി വേണം, അല്ലെങ്കിൽ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ കൂടെ വന്ന് നോക്കണം, തിരിച്ചും മറിച്ചുമൊക്കെ വെച്ച് കൊടുക്കണം. ഒരേ ഇരിപ്പിൽ അതിരുന്നാൽ അവിടെ അത് ബേൺ ചെയ്യും, പൊള്ളും. അതാണ് വേറൊരു കോംപ്ലിക്കേഷൻ. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അവിടെ ചുമന്നിരിക്കും. അപ്പോൾ ഉടനെ ഇത് ബാഗ് മാറ്റി വാസ്ലൈൻ പുരട്ടണം, രോഗിയെ വേണ്ട രീതിയിൽ പരിചരിക്കണം. ഇനി ഇത് തിരിച്ചു കൊണ്ടുവന്നാൽ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് തൽക്കാലം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഊറ്റിക്കളഞ്ഞ് ഇതൊന്നുകൂടെ വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞ് ഇതിനൊരു കോർക്കുണ്ട്. ഇത് കോർക്കെന്ന് പറയും. ഇതെപ്പോഴും ഇതേ കെട്ടിയിടുകയാണെങ്കിൽ ഇതിൻ്റെ തന്നെ കോർക്കാമെന്നറിയാം. ഇത് നമ്മൾ തലകുത്തി ഉണങ്ങാനിടണം, തണലിൽ ഉണങ്ങാനിടണം ഇങ്ങനെ. അപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പം ഇതിൻ്റെ തന്നെ അടപ്പ് മാറിപ്പോകാതിരിക്കാൻ സഹായിക്കും. പിന്നെ ഇത് തപ്പേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഉണങ്ങിയെന്ന് ഷുവറാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് എയർ നമ്മൾ ഊതി ഒരു ശകലം വീർപ്പിച്ചിടണം. അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ച് രണ്ടാമതൊരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റാതെ വരും. പ്രത്യേകിച്ച് ചൂടുള്ള സമയമാണെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും, അത് പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് ഇതിനകത്ത് എപ്പോഴും എയർ കയറ്റിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കാവുള്ളൂ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ശിശുക്കളുടെയും അബോധാവസ്ഥയിലുള്ളവരുടെയും പക്ഷപാതമുള്ളവർക്കും ഇത് ഉപയോഗിക്കുമ്പോൾ പൊള്ളലിന് കാരണമാകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇത് ഉപയോഗിക്കാവുള്ളൂ. ഇനി ഇതുപോലുള്ള ഒരു ഹോട്ട് വാട്ടർ ബാഗ്, ഇതിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്. ഹോട്ട് വാട്ടർ ബാഗ് ഇല്ലെങ്കിൽ ഒരു വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു കുപ്പിക്കകത്ത് ചൂടുവെള്ളമോ തിളപ്പിച്ച വെള്ളമോ എടുത്ത് നല്ലതുപോലെ തുണിയിൽ പൊതിഞ്ഞ് ഇതുപോലെ തന്നെ നമുക്ക് ചൂട് വയ്ക്കാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട്